മഹി നിന്റെ സഹോദരനാണ് മോളെ എന്ന് ശിവദാസൻ പറഞ്ഞിരിക്കുകയാണ് ചെമ്പരത്തിയിൽ. ശരിക്കും മഹിക്ക് ഭയങ്കര പ്രണയമാണ് ഈ പറയുന്ന കല്യാണിയുടെ അടുത്ത്. പക്ഷെ കല്യാണിക്ക് തിരിച്ചൊരു സഹോദരനെ പോലെയാണെന്നൊക്കെ കല്യാണി പറയുമെങ്കിലും കല്യാണിയുടെ ഫേസ് എക്സ്പ്രഷനകത്ത് തന്നെ ഉണ്ട് ഇന്ന് പ്രേമമാണ്. പക്ഷെ അച്ഛൻ്റെ മുന്നിൽ പറയാനായിട്ടുള്ള ഒരു സമ്മതിച്ച് കൊടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കഥ വേറെ ലെവലായിരുന്നു. കാരണം കണ്ടന്റോട് കണ്ടന്റ് ആയിരുന്നു. എല്ലാ പോർഷനും ടച്ച് ചെയ്തു പോയി. രമാദേവിയുടെയും ഭദ്രന്റെയും പ്ലാനിങ്, ജയിലിലെ ശിവദാസിനെ കൊല്ലാനുള്ള ആ പദ്ധതികൾ, അതോടൊപ്പം തന്നെ നമ്മുടെ നരിയുടെയും കൂട്ടരുടെയും അവർ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് രമാദേവിയെ പറ്റി. അപ്പോൾ രമാദേവിയെ കുറിച്ചൊരു ഡൗട്ട് ഈ പറഞ്ഞ പോലെ നരിക്ക് തോന്നി തുടങ്ങിയിരിക്കുകയാണ്. രമാദേവി എന്തിന് ഈ കളവിക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ കൂടെ ഒന്ന് പണിയാണോ എന്നുള്ള ഒരു സാധനം. പിന്നെ അർജുൻ്റെയും ഐശ്വര്യയുടെയും ഓഫീസിലെ കുറേ താണ്ഡവങ്ങൾ, ഐശ്വര്യ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കളിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഐശ്വര്യ ഫേക്ക് ആണെന്നും ഫ്രോഡാണെന്നും ഇലവദേശം കൊട്ടാരമായിട്ടൊക്കെ യാതൊരുവിധ ബന്ധവും ഇല്ലെന്നും ഈ പറയുന്ന കണക്ക് നേഹ പറഞ്ഞിട്ടുണ്ട്. ജയരാമൻ തൂക്കി ഇന്നത്തെ എപ്പിസോഡ്. കാരണം ജയരാമൻ എന്നില്ല ഒരുമാതിരി എന്താ പറയുക, ഒരു അധികാരം ഇല്ലാത്തൊരു അച്ഛനെ കണക്ക് അവിടെ എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചൊന്ന് പവറൊക്കെ കാണിച്ച് കയറി വന്നിട്ടുണ്ട്, കൊള്ളാം. അതുകൊണ്ട് ഇന്ന് എല്ലാം ടോട്ടലി എല്ലാ കണ്ടന്റിലും എല്ലാ പാർട്ടും തൊട്ട് പോയി. അപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു ഇന്നലെ മൊത്തം മഹി കല്യാണി ആ സീക്വൻസ് ആയിരുന്നു. ഇന്ന് എക്സ്ട്രാ അവർക്ക് നമുക്ക് ചന്ദ്രലേഖയുടെയും ജയരാമന്റെയും കുറച്ചൊരു സാധനം ഉണ്ടല്ലോ, അത് ഒഴിച്ചു കഴിഞ്ഞാൽ അത് മാത്രം കിട്ടിയില്ല. ബാക്കി എല്ലാം വാരി പറക്കി ഉണ്ടായിരുന്നു. നല്ല ലെവലിൽ എല്ലാ ഭാഗവും ടച്ച് ചെയ്ത ഒരു എപ്പിസോഡ്. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു എപ്പിസോഡ് എല്ലാ ഭാഗവും ടച്ച് ചെയ്തു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ചെമ്പരത്തി 2ന്റെ എപ്പിസോഡ് 129 ഏപ്രിൽ 9 തീയതി ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ഞാൻ അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ സീരിയലിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. അപ്പം ഫസ്റ്റ് സീൻ തന്നെ ഈ പറയുന്ന പോലെ നേഹ ഐശ്വര്യയുടെ കേസ് കംപ്ലീറ്റ് ഫേക്ക് ആണെന്നും ഫ്രോഡാണെന്നും ഇവരുടെ താമസ സ്ഥലം ഇലവദേശത്ത് ആണ്. പക്ഷേ ഇവർക്ക് ഒരു നേരിട്ടുള്ള കണക്ഷനോ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷനോ എവിടെ വെച്ചിട്ട് ഇലവദേശവും കൊട്ടാരമായിട്ട് ബന്ധപ്പെടുത്തി ഇല്ല എന്നുള്ള കാര്യം തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇനി ആ കഥ ഇനിയിപ്പോൾ കൂടുതൽ നല്ല ലെവലിലോട്ട് പോകും. കാരണം ഓൾറെഡി നരി ഈ പറഞ്ഞ കണക്ക് രമാദേവിയുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവർക്ക് ആ ബന്ധം രാജകുടുംബത്തിലുള്ളതാണ്, ഇലവദേശമായിട്ട് ബന്ധമുണ്ടെന്നാണ്. അപ്പൊ രമാദേവിക്ക് തന്നെ മൊത്തത്തിൽ ഡൗട്ട് അടിക്കുക. നാളത്തെ എപ്പിസോഡ് മിക്കവാറും നമുക്ക് കാണാൻ പറ്റും ഇവക്ക്. അപ്പൊ പിന്നെ ഇവക്ക് യാതൊരുവിധ ബന്ധം, ഒരു പേപ്പറൊക്കെ കുറെയൊക്കെ ബാരിപ്പിറക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ നേഹ. അതെന്താണെന്ന് കാണിക്കുന്നില്ല, സംസാരിക്കുന്നേ ഉള്ളൂ. അപ്പം അത് ഈ പറയുന്ന രമാദേവിക്ക് നല്ല ഡൗട്ട് അടിക്കും. അപ്പം നരിയെ ഒന്ന് അവിശ്വസിക്കാനുള്ള ഒരു ചാൻസ് നേഹ കൊടുത്ത ഈ തെളിവിനകത്ത് നിന്നും രമാദേവിക്ക് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബാക്കി അന്വേഷിക്കാനും പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തീർത്ത് നേഹ പറയുന്നുണ്ട് അവൾ ഫ്രോഡ് ആണെന്നുള്ള കാര്യം. ഫസ്റ്റ് തന്നെ തൂക്കി, എപ്പിസോഡിന്റെ ഫസ്റ്റ് തന്നെ ഐശ്വര്യയുടെ കേസിലൊരു തീരുമാനം ഉണ്ടാക്കി. അടുത്ത് നമ്മുടെ കമ്പനിയിലെ സീൻസ് ആണ്. നമ്മുടെ അർജുൻ കുറച്ചും കൂടി, അത് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണോ എന്തോ അർജുൻ ഞാൻ ഇനി കുറച്ചുകൂടി പവർ ആവും, കുറച്ചുകൂടി സ്ട്രോങ് ആവും, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവും കമ്പനിയിൽ എല്ലാ. അപ്പൊ സാർ എല്ലാത്തിലും അങ്ങനെ ഇരിക്കുന്ന, വീട്ടിലും എല്ലായിടത്തെങ്കിലും ഒരു വിലയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് കമ്പനിയിൽ ഈ ഐശ്വര്യയും അർജുനുമായിട്ടുള്ള. അപ്പൊ ഞാൻ ആലോചിക്കുന്നു ആ സീന് വീണ്ടും 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 എടുത്തു വരാൻ എന്തെങ്കിലും വിഷയം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതിങ്ങനെ കാണിക്കുന്നത്. അല്ലാതെ ഒരു ഇമ്പോർട്ടൻസും ഇല്ലാതെ ആ സീൻ അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. അർജുൻ സ്ട്രോങ് ആവുന്നു എന്നുള്ള സാധനം വീണ്ടും 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 റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇന്നത്തെ എപ്പിസോഡ് എൻഡിങ് വരയ്ക്കും സ്ട്രോങ് ആവുന്ന സാധനത്തിന് ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, ആ ഫയൽ അവിടെ അത് കൊണ്ടുവരല്ലേ, അങ്ങനെ ഒരു സാധനമേ ഉള്ളൂ. അപ്പൊ എന്തോ ഒരു കാര്യം ഈ അർജുൻ സ്ട്രോങ് ആവുന്നു എന്ന് പറഞ്ഞതിന്റെ പിന്നിലുണ്ട്. ഇനി രമാദേവി ആയിട്ടുള്ള ഈ പറയുന്ന ഐശ്വര്യയുടെ ഫൈറ്റിന് നടുക്ക് വന്നതെന്ന് രമാദേവിക്ക് ഒരു വെല്ലുവിളി ആവുമോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം സ്ട്രോങ് ആവുന്നു എടുത്ത് പറയുന്നുള്ളതുകൊണ്ടാണ്. അടുത്ത് നേഹയെ ജയരാമൻ തൂക്കുന്നുണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേഹ ഇറങ്ങി പോകുമ്പോൾ ജയരാമൻ വന്ന് പക്ക നീ ഇവിടുത്തെ അവളെ കാണാനാണെന്ന് പറഞ്ഞ് ബിസിനസ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി വരാൻ മാത്രം നിനക്ക് എന്താണ് ബന്ധം, എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞ് ഞാൻ എല്ലാം അറിയും എന്നൊക്കെ പറഞ്ഞ് ജയരാമൻ വെറിത്തനം ജയരാമൻ അങ്ങ് തൂക്കിയെടുക്കുകയാണ്. പറയും എന്താണ് സംഭവം, എന്താണ് പറ, നീ ആരാണെന്ന് എന്താണെന്ന് എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞ് നേഹ കംപ്ലീറ്റ് കാര്യം പറയുകയാണ്. ഇതുപോലെ അവളെ പറ്റി തിരക്കാനാണ്, ഞാൻ CID ആണ് എന്നൊക്കെയുള്ള കാര്യം വന്നത്. അപ്പോൾ ജയരാമന് പൊട്ടുന്നുണ്ട്. പക്ഷെ ജയരാമൻ സത്യം പറഞ്ഞാൽ പൊട്ടിയാലും മിണ്ടാതിരിക്കുകയാണ് നല്ലത്. കാരണം ഈ പറഞ്ഞ കണക്ക് പെരിങ്കള്ളിയാണ് ഈ പറഞ്ഞ ഐശ്വര്യ. അപ്പൊ ഐശ്വര്യയെക്കുറിച്ച് തിരക്കട്ടെ, അന്വേഷിക്കട്ടെ. അപ്പൊ ഇനിയിപ്പോൾ മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ പോയിട്ട് എടി രമേ നിനക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ഐശ്വര്യയെ കുറിച്ച് വീണ്ടും തിരക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ ഇറക്കി വിടുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ജയരാമന്റെ ക്യാരക്ടർ വെച്ച് ചോദിക്കുകയോ എന്തോ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം
ഐശ്വര്യ ഓൾറെഡി ഇവിടെ പറ്റിച്ചതാണ്. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ രമാദേവിയുടെ ഭാഗത്താണ് ന്യായമുള്ളത്, അവളെ കുറിച്ച് തിരക്കാനായാലും അറിയാനായാലും അല്ലേ. അടുത്ത് പിന്നീട് ഐശ്വര്യ അർജുന്റെ പവറിലെ സ്റ്റാഫുകളെയൊക്കെ ഒന്ന് വിറപ്പിക്കുന്ന സാധനം എൻ്റെ ക്യാബിനിലോട്ട് ഇത് കൊണ്ടുവന്നിട്ട് തിരിച്ച് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ക്യാബിനിലോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറയുന്ന സാധനം, ഇത് ഇവർ തമ്മിലുള്ള റിലേഷനിൽ ഒരു ഫ്ലക്ച്വേഷൻ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ പറയുന്ന ഐശ്വര്യ പവർ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഐശ്വര്യക്ക് ഒരു കോപ്പും അറിയത്തില്ല എയർലൈൻസ് കമ്പനിയെ പറ്റിയിട്ട്. അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ ക്യാബിൻ ക്രൂ ആയിട്ട് നിൽക്കുന്ന അല്ലാണ്ട് വേറൊരു പരിപാടി ഇവർക്ക് അറിയത്തില്ല. അടുത്ത സീനാണ് ശിവദാസന്റെ ഫുഡിലെ വിഷം കലർത്തുന്ന സീന്. അത് നമുക്ക് ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ കണ്ടപ്പോൾ ഇത് കോപ്പിലെ വേല കാണിക്കുന്നതാന്ന് തോന്നിയെങ്കിൽ ഇന്ന് അത് നല്ല ലെവലിൽ ഫുഡിൽ വിഷം കലർത്തുന്നു, അതിൽ കഴിക്കാൻ തുടങ്ങുന്നു. അത് കറക്റ്റ് ഒരു പ്രോപ്പർ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന ലെവലിൽ എല്ലാം അത് പക്ക അവിടെ വന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സീന്. നരി അറിയാണ്, നരിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് രമാദേവിയും ഭദ്രനും കൂടെ എവിടെ വന്നിരുന്നു, ഇലവദേശം കൊട്ടാരത്തിനകത്ത് വന്നിരുന്നു, നിങ്ങളന്ന് അവിടെ കുടിച്ചുകൊണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. അപ്പൊ എന്തിനാ കിളവി ഇവിടെ വന്നു, എന്നെ അറിയിക്കാതെ വന്നെങ്കിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യ്, ചിന്നുവിനെയും അവളെ അമ്മയൊക്കെ കല്യാണിയും അവളെ അമ്മയൊക്കെ തിരക്കുന്നതിനിടയിൽ കൂടി രമാദേവിയെ കൂടി ഒരു നോട്ടം വിട്ട് വെച്ചോ എന്ന് നരി പറഞ്ഞു. അപ്പൊ നരിക്ക് ഡൗട്ടായി തുടങ്ങി, എന്നെ അറിയിക്കാതെ ഇവരെന്താണ്, ആ മണ്ടനെയും വിളിച്ചോനോട് പറഞ്ഞു എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്ന് നരിക്ക് മനസ്സിലായി. എന്തോ ഒരു വിഷയം എന്നെ ഒതുക്കി വെച്ചിട്ട് ഇവർ ചെയ്യുന്നുണ്ടെന്ന്. വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ മിക്കവാറും നടക്കാൻ പോകുന്ന അപ്പുറത്തുനിന്ന് രമാദേവിക്ക് ഈ നരിയെ ഡൗട്ട് ആവുമല്ലോ. നരി ഓൾറെഡി ഇവളോ ഈ ഐശ്വര്യക്ക് കുടുംബമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നരി ഇപ്പം എന്താ നമ്മുടെ രമാദേവിയുടെ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ രണ്ടുപേരുടെ മനസ്സിൽ തീക്കാനാല് വീണിട്ടുണ്ട്. രമാദേവിക്ക് നരിയെ പറ്റിയും നരിക്ക് രമാദേവിയെ പറ്റിയും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുമ്പോൾ വേറെ ലെവലായിരിക്കും. അടുത്ത് ചിന്നു മഹിയും കൂടെ ഫുഡ് കൊണ്ടുവന്ന് ശിവദാസന് കൊടുക്കുന്ന സാധനമാണ്. തലനാരിഴയ്ക്ക് ശിവദാസൻ രക്ഷപ്പെടുന്നു. അതൊന്നും ഒരു ജയിലിലും നടക്കാത്ത സാധനങ്ങളാണ്. മഹിക്ക് എന്തോ വലിയൊരു പവർ ഉണ്ടെന്നുള്ള കാര്യം ജയിൽ സൂപ്രണ്ട് പറഞ്ഞ ആർക്ക് മനസ്സിലാവുന്നു, കല്യാണിക്ക് മനസ്സിലാവുന്നുണ്ട്. കല്യാണി അതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നൊന്നും ഇല്ല. സ്ഥിരം ചോദിച്ചാലും ഒരു വലിയ ഉത്തരവൊന്നും വരത്തൊന്നുമില്ലല്ലോ. അടുത്ത് എൻ്റെ പൊന്നെ എൻ്റെ ഫേവറേറ്റ് സീൻ ഭദ്രനും രമാദേവിയും. ഭദ്രൻ വരുമ്പോൾ കുഞ്ഞോളെ എന്ന് വിളിക്കേണ്ട ഒരു രസമില്ല. കുഞ്ഞോളെ ആ വിളി വേണം. ഭദ്രൻ വരുന്നു, ശിവദാസന് മരിക്കും, അപ്പം നല്ലൊരു അടിപൊളി റീത്ത് നമുക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞ് ഇവര് ശിവദാസൻ മരിക്കണേ കാത്തിരിക്കുകയാണ്. പക്ഷെ മറ്റവർ കൊണ്ടുവന്ന ഫുഡ് ശിവദാസൻ കഴിക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ അതിന് ലോജിക്കൊന്നുമില്ല. അപ്പോൾ ശിവദാസൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എന്താ അവരുടെ പ്ലാന് പൊട്ടിപ്പോകുന്നു. ദെൻ നരി ആൻഡ് ടീം ഈ കൊട്ടാരത്തിനകത്ത് ഇരുന്നിട്ട് കൊട്ടാരം നരി തന്നെ അടിച്ച് മാറ്റുമെന്ന് നരി പറയുകയാണ്. പിന്നെ പൂജാരിയെ മോളെ കൊന്നല്ലോ, അപ്പൊ ആ കേസും അതിനിപ്പോൾ ആരെങ്കിലും കുത്തി പൊക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നേഹ ഇലവദേശം കൊട്ടാരത്തിനകത്ത് കയറി പറ്റുന്നുണ്ട്. ഇലവദേശത്തിനകത്ത് ആ കൊട്ടാരത്തിൽ കയറിയിട്ട് അത് എന്തായാലും നല്ല രസമായിരിക്കും. ഇനി മിക്കവാറും നേഹ ഇവരുടെ കണ്ണിൽ പെടുവോ അതോ ഇവരെ നേഹ കണ്ടുപിടിക്കുവോ ഒരു പിടിയുമില്ല. നല്ല രസമായിരിക്കും കേട്ടോ. പോകുന്ന ട്രാക്ക് നല്ല ഭംഗിയായിട്ടാണ് ആ ട്രാക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നീട് ശിവദാസനും കല്യാണിയും കൂടെ ഇത്രയും ചെയ്ത സഹായത്തിനൊക്കെ മഹിയുടെ അടുത്ത് നന്ദി പറയാൻ പറ്റൂല. അപ്പൊ മഹിയെ സഹോദരനെ പോലെ കാണണം എന്ന് ശിവദാസൻ പറയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. മഹി ഒരുമാതിരി വാടി കരിയുന്നു. ആ കേസ് കേൾക്കുമ്പോൾ തന്നെ മഹി ഒരുമാതിരി ആവുന്നു. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഇനി ഈ പറഞ്ഞ പോലെ രമാദേവി നരി സാധനം അത് ഞാൻ പറഞ്ഞു, ഓരോ എപ്പിസോഡ് കഴിയുന്ന ഇതിനകത്ത് കുറേ സാധനങ്ങൾ വാരി വെതറിയിടും. പഴയ സാധനം ഒന്നും ക്ലിയർ ആക്കുന്നുമില്ല. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഇതൊക്കെ ഇനി എന്ന് പറഞ്ഞു തീർക്കാനാ, പറഞ്ഞു തീർക്കാണ്ട് നിർത്തി പോകുമോ എന്നൊക്കെയുള്ള. പക്ഷെ ഡെയിലി പറയാമല്ലോ മക്കളെ, അടിപൊളി സീരിയലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെമ്പരത്തി 2. നമ്മൾ ഓരോ ദിവസവും വന്നിട്ട് ഇന്ന സംഭവം ഇതിനകത്തില്ലായിരുന്നു, ഇന്ന എലമെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത എപ്പിസോഡിൽ തന്നെ ആ എലമെന്റ് വരുമ്പം അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. വൈ ബിക്കോസ് നമുക്കിന്ന് കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അതാ എന്നാ നിങ്ങൾ ഇതഞ്ഞെടുത്തോ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന പോലെയാണ്. എന്തായാലും ഭയങ്കര രസമാവും അങ്ങോട്ട് പോകാം. ഇന്നിപ്പോൾ TRP വന്നിട്ടുണ്ടായിരുന്നു. ചെമ്പരത്തിയുടെ 5ാം സ്ഥാനത്താണ് സി കേരളത്തിൽ ചെമ്പരത്തിയുടെ TRP നിൽക്കുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സീരിയലാണ് ചെമ്പരത്തി. സി കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സീരിയൽ തന്നെയാണ്. ഒന്ന് ഞാൻ TRP ഒന്നുകൂടി കറക്റ്റ് ഒന്ന് നോക്കട്ടെ. സി കേരളത്തിൽ ഏറ്റവും കൂടുതൽ TRP 2.59 ആണ് കുടുംബശ്രീ ശാരദയ്ക്ക്. രണ്ടാമത് 2.06 അകലെ, മൂന്നാമത് 2.01 സ്നേഹപൂർവ്വം ക്ഷമ, നാലാമത് 2.01 ദുർഗ, 5ാമത് ആണ് നമ്മുടെ ചെമ്പരത്തി 1.89 ചെമ്പരത്തിക്കുണ്ട്. കുഴപ്പമില്ല, നല്ല TRP തന്നെയാണ് സി കേരളത്തിൽ. അപ്പോൾ അങ്ങോട്ടുള്ള എപ്പിസോഡുകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ബൈ, താങ്ക് യു സോ മച്ച്, ബൈ.